ഗൈസ് വൈകുന്നേരം 7 മണിയായപ്പം ഷൂട്ട് കഴിഞ്ഞിറങ്ങി. ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസമൊക്കെ അവിടെ വീട്ടില് വേറെ അവളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ ഗൈസ്. അയ്യോ കൊണ്ടുവരായിരുന്നു, പക്ഷെ കൊണ്ടുവന്നിരുന്നേ അവൾ ഒട്ടുക്കത്തെ പോസ്റ്റായി പോയന. പിന്നെ ഞാൻ ഷൂട്ടിന് കയറുമ്പോഴത്തേക്കും അവൾ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്തായാലും 3 ദിവസം കൂടെയല്ലേ ഉള്ളു ഇനി സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഷാസിന്റെ മിസ് കോൾ ഉണ്ട്. അപ്പോഴത്തേക്കും അവനെ വിളിച്ച പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവന്റെ അമ്പര ചുംബിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നീ ശരിക്കും മറ്റേ റാപ്പർമാരെ കിട്ടുന്ന രണ്ട് ഞാൻ രംഗണ്ണനാണ്ടായിപ്പോ ഞാൻ വെറുതെ സുഹൃത്തുക്കളെ എന്റെ ശിഷ്യൻ പണി തുടങ്ങിയിരിക്കുന്നു. പറയുന്നത് താത്തിപ്പിടി. ആ അങ്ങനെ പിടി. ആ പറയാതിരുന്ന നീ വരണമെന്ന്. ആന്തരാ ഈ ബ്ലോഗ് എന്ന് പറഞ്ഞോട് വരുവ. പെർമിഷൻ ആരാ കൊടുക്കേണ്ടത്? ഞങ്ങൾ ഇനി കുറച്ചേരം സംസാരിക്കട്ടെ. അപ്പോഴത്തേക്ക് ശരണ്യ അനന്തമൊക്കെ വരുമായിരിക്കും. അവരിവിടെ വന്നിട്ട് ബാക്കി അനന്തു നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്തോ പറ്റിയെന്ന് ശ്വാസം പറഞ്ഞു. എനിക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് പോയിസൺ ആണല്ലേ? ആ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നാണോ നിനക്ക്? ഇത് ഓക്കെ, ഇത് എന്നെയാണ് അബദ്ധം. അതുകൊണ്ടല്ല അത് ഹെൽത്തി അല്ലല്ലോ. തട്ട് സൂപ്പർ വാങ്ങും മൊത്തം അതാണ് തിന്നത്. എന്ത് എവിടത്തെ ഡയറ്റ് അടി മാക്കറി നീ? ആണാ? ആ ഓക്കെ. ഇലക്ട്രിസിറ്റി ബോർഡാ ഓഫ്. ചേച്ചി ഹലോ, ഇതെന്റെ വ്ളോഗ്. മക്കളെ ഹായ്.